വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്ടോബർ 15-ന് എക്സാം തുടങ്ങുന്നു. ഷിയാമി പ്രാർത്ഥനയോടെ എക്സാം എഴുതാൻ തുടങ്ങി. എന്നാൽ എക്സാം തീരാൻ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ജുന്നിയെയും മറ്റൊരു കുട്ടിയും കോപ്പിയടിക്കാൻ ഒരു പേപ്പർ ബോൾ പരസ്പരം എറിഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊരു കുട്ടിയുടെ കൈതട്ടി അത് ഷിയാമിയുടെ ഡെസ്കിൽ വീഴുന്നു. അവൾ ചുറ്റും നോക്കിയെങ്കിലും ആരാണിതിന് പിന്നിലെന്ന് മനസ്സിലായില്ല. സാർ നോക്കുമ്പോൾ ഷിയാമി ഒരു പേപ്പറുമായി നിൽക്കുന്നു. സാർ അവളെ ശകാരിച്ച് എക്സാം എഴുതാൻ സമ്മതിക്കാതാവുന്നു. മറ്റുള്ളവരുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവളെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾ എഴുതിയ പേപ്പറിലെ എല്ലാ ഉത്തരങ്ങളും ശരിയായിരുന്നു. അവൾക്കത്ര മാർക്ക് മുന്നേ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവൾ കോപ്പി അടിച്ചതാണെന്ന് സാർ കരുതുന്നു. എന്നാൽ താനൊരു പ്രോബ്ലം ചെയ്ത് സാറിനെ വിശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവൾ അത് കൃത്യമായി തന്നെ ചെയ്യുന്നു. കുറച്ചുകൂടെ കടുകട്ടിയായൊരു ചോദ്യം സാർ അവൾക്ക് കൊടുത്തപ്പോൾ ഉത്തരമറിയാതെ അവൾ വിഷമിക്കുന്നു. ഇതേ സമയം റോത്തിയർ സ്റ്റാഫ് റൂമിന് പുറത്ത് വന്നു നിന്ന് അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് കയറാൻ അവൾ ധൈര്യപ്പെട്ടില്ല. ക്ലാസ്സിൽ ഷിയായു ചർച്ചയിലാണ്. ആരാണിത് ചെയ്തതെന്നറിയാൻ. റോസി നോക്കുമ്പോൾ ജുന്നി ഒരു കുട്ടിയോട് എന്തെല്ലാമോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൽ അവന് സംശയം തോന്നുന്നു. ഷിയാമയുടെ രക്ഷകനായി ഫാനിയാൻ വന്നു. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് താൻ പ്രൂവ് ചെയ്യാമെന്ന് പറയുന്നു. അവൾക്ക് സാർ നൽകിയ ചോദ്യം കണ്ട് ഇത് കുറച്ച് ടഫാണെന്ന് പറയുന്നു. അപ്പോൾ സാർ അവനോട് ഹിൻസ് അവൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അവൻ താൻ പഠിപ്പിച്ച രീതി എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റെപ്സാണ് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അതിന് ഉത്തരം പറയുന്നു. കൃത്യമായി ഉത്തരം കണ്ടെത്തിയ അവളെ സാർ പ്രശംസിക്കുന്നു. ഇതേ സമയം റോസി യഥാർത്ഥ പ്രതികളെ പിടികൂടി സാറിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഷിയാമിയോട് അവർ മാപ്പ് പറയുന്നു. ഉത്തരം കണ്ടുപിടിക്കാൻ സഹായിച്ചതിന് അവൾ ഫാനിയാനോട് നന്ദി പറയുന്നു. എന്നാൽ റോസി നീ ഒരാളെ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രതികളെ കണ്ടുപിടിക്കാൻ സഹായിച്ചതിന് അവനോടും നന്ദി പറയുന്നു. തീർന്ന് താൻ പുറത്തുണ്ടായിരുന്നുവെന്നും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ഷിയാമയോട് ചോദിച്ച് അവളുടെ ഭാഗവും പറയുന്നു. ശേഷം എല്ലാവരും ക്ലാസ്സിലേക്ക്. അവിടെയും റോസിയും ഷിയാമിയും തമ്മിലൊരടി. ജുന്നി വന്ന് ഷിയാമിയോട് മാപ്പ് പറയുമ്പോൾ തങ്ങൾ ഈ ചാലഞ്ച് ജയിച്ചെന്ന് അവൾ പറയുന്നു. റിസൾട്ട്സ് വന്നില്ലെങ്കിലും അവൻ ചീറ്റ് ചെയ്തതിനാൽ ബോർഡിംഗ് പാർട്ടി ജയിച്ചെന്ന് വ്യക്തമാക്കുന്നു. ക്ലാസ്സിൽ ടീച്ചർ വന്ന് എക്സാമിൽ നമ്മുടെ ക്ലാസ്സാണ് മുന്നിലെന്ന് പറയുന്നു. നന്നായി ഇംപ്രൂവ് ആയ ഷിയാമിയെ അഭിനന്ദിക്കുന്നു. ശേഷം ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റിന് തയ്യാറാകാൻ ജുന്നിയോട് പറയുന്നു. അവൻ സന്തോഷത്തിൽ ഉരുണ്ടാക്കുന്നു. പിറ്റേന്ന് എല്ലാവരും ടൂർണമെൻറ്റ് നടക്കുന്നിടത്ത് ഷിയാമിയും കൂട്ടരും ചിയർ ഗേൾസ്. എന്നാൽ എല്ലാവരും അവളുടെ മുടിയെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുന്നു. ലിറ്റിൽ ഷ്രിംപ് എന്ന് കളിയാക്കിയ കുട്ടിയുടെ ക്ലാസ്സിലെ പിള്ളേരാണത്. കൂട്ടത്തിൽ അവളുമുണ്ട്. എന്നാൽ ഷിയാമി പതറാതെ തിരികെ പ്രതികരിക്കുന്നു. സപ്പോർട്ടായി കൂട്ടുകാരുമുണ്ട്. മാച്ച് തുടങ്ങുന്നു. ജുന്നി രൂപീകരിച്ച ടീം അത്ര പോരായിരുന്നു. നന്നായി കളിക്കുന്ന യുവാനെ അവർ ചേർത്തില്ല. അവനെ ചേർക്കാൻ റോസി പറയുന്നുണ്ടെങ്കിലും ജുന്നി കൂട്ടാക്കുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജുന്നിയുടെ ടീം നന്നായി കളിച്ചില്ല. എതിർ ടീം പോയിൻറ്റ്സ് വാരിക്കൂട്ടി. ABCD പോലും അറിയാത്തവരെ കളിക്കാൻ കൊണ്ടുവന്ന് ക്ലാസ്സിന് അപമാനമുണ്ടാക്കുന്നെന്ന് പറഞ്ഞ് കാടികളും പിരിഞ്ഞുപോയി. ചിയർ ഗേൾസ് അവരുടെ ഡ്യൂട്ടി തുടർന്നു. എന്നാൽ റഫറിയുടെ അഭിപ്രായം ചോദിച്ചറിഞ്ഞ് ഫാനിയാൻ കളിക്കളത്തിലേക്ക്. ഇരുവരും ചേർന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനിടയിൽ റോസി വീണ് പരിക്ക് പറ്റുന്നു. ഷിയാമി ഓടിയെത്തി അവനെ പരിചരിക്കുന്നു. അവിടെയും ജുന്നിയും ഷിയോയും തമ്മിലടി. അതൊരു വിധം ഒത്തുതീർപ്പാക്കി. റോസിക്ക് കളി തുടരാനാകുമോ? യെസ്, അവനെ കൊണ്ട് കഴിയും. അടുത്ത ഹാഫിൽ അവർ പോയിൻറ്റ്സ് വാരിക്കൂട്ടി. അവിടെയും ഷിയാമിയുടെയും റോസിയുടെയും കണ്ണുകളിൽ പ്രണയത്തിൻ്റെ തിളക്കം നമുക്ക് കാണാം. അവസാന മിനിറ്റിൽ റോസിയുടെ ഒരടിപൊളി ഹിറ്റ് നേടി ഒന്നിച്ച് 3 പോയിൻറ്റ്സ്. കളിയിൽ അവർ തന്നെ ജയിച്ചു. ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞുപോയ കാണികളൊക്കെ ദേ വീണ്ടും വന്നിരിക്കുന്നു. പ്രകടനത്തിനിടയിൽ റോസി ഷിയാമിയെ തിരയുന്നു. എന്നാൽ തന്നെയല്ല അവൻ നോക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവൾ എന്തോ വാങ്ങാൻ പുറത്തു പോകുന്നു. റോസി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഫാനിയാനും കൂട്ടരും അവനെയും കൊണ്ട് തിരികെ ക്ലാസ്സിലേക്ക്. ഇടയ്ക്ക് വെച്ച് ഷിയാമി അവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരുന്നു. അവശേഷിച്ച ഒരു ഐസ്ക്രീം അവിടെ എത്തിയ റിയോത്തിയറിന് നൽകി അവൾ വീണ്ടും പോകുന്നു. ക്ലാസ്സിലേക്ക് കയറുന്നതിനിടയിൽ അവൾ റോസിയെ കാണാൻ വീണ്ടും വരുന്നത് കണ്ട കൂട്ടുകാർ അവരെ കളിയാക്കുന്നു. അവനും അവളും മാത്രമുള്ള നിമിഷങ്ങൾ. അവൾ അവന് ബാൻഡേജസ് കൊടുക്കുന്നു. കാർട്ടൂൺ ബാൻഡേജസ് കണ്ട് അവൻ അവളെ കളിയാക്കിയെങ്കിലും ഇത് ടീമിന് വേണ്ടിയാണെന്ന് അവൾ പറയുന്നു. ശേഷം അവൾ അവൻ്റെ കയ്യും പിടിച്ച് സ്റ്റെയർകേസ് കയറുന്നു. എത്തിയ ഷിയാമിയും കൂട്ടരും ഡാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അത് പഠിച്ചെടുക്കുന്നു. ഷിയാമിയുടെ ഹെയർ സ്റ്റൈൽ റൂത്തിയർ മാറ്റിക്കൊടുക്കുന്നു. പിറ്റേന്ന് ടൂർണമെൻറ്റിന് എല്ലാവരും ഷിയാമിയെ കണ്ട് അതിശയിക്കുന്നു. ഡാൻസ് കണ്ടിട്ടോ എല്ലാവർക്കും അത്ഭുതമായി. സ്കിൻ സിയാങ്ങിൻ്റെ ക്ലാസ്സുമായിട്ടായിരുന്നു മത്സരം.
ഫാൻ യുവാനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാമെന്നും പറഞ്ഞ് ഹാനിനെ കൊണ്ടും ഡാൻസ് കളിപ്പിക്കുന്നു. റോസി ഷിയാമിയെ തന്നെ നോക്കി നിൽക്കുന്നു. എങ്കിലും പ്രശംസിക്കാതെ അവൻ അവളെ കളിയാക്കുന്നു. അവൾ നൽകിയ ബാൻഡേജ് എക്സ് ഷേപ്പിൽ ഒട്ടിച്ചത് അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. കിൻ സിയാങ് വന്ന് ടീമിനെ കളിയാക്കുമ്പോൾ ഷിയാമി പ്രതികരിക്കുന്നതോടെ അവൻ അവളെ കളിയാക്കാൻ തുടങ്ങി. എന്നാൽ ഒട്ടും തളരാതെ ടീം മുഴുവൻ ഒറ്റക്കെട്ടായി അവനെതിരെ പ്രതിരോധിച്ചു. കളി തുടങ്ങി. ഇരു ടീമുകളും ശക്തർ തന്നെ. കിൻ സിയാങ് ഫാൻ യുവാനെ ഇടിച്ചു വീഴ്ത്തുന്നു. കളി പുനരാരംഭിക്കുന്നു. എന്നിട്ടും നിർത്താതെ കിൻ സിയാങ് റോസിയെ തള്ളി വീഴ്ത്തിയിടുന്നു. ഇതെല്ലാം ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഹാൻ. ഷിയാമി തൻ്റെ ടീമിനു വേണ്ടി വാദിച്ച് തെളിവ് ചോദിക്കുന്ന കിൻ സിയാങ്ങിന് ഹാനിൻ്റെ ഫോൺ കാണിച്ചു കൊടുക്കുന്നു. അതവൻ പിടിച്ചു വാങ്ങുന്നു. റഫറി വന്ന് കിന്നിനെ വിമർശിച്ച് കളി പുനരാരംഭിക്കുമ്പോൾ റോസിയോട് സംസാരിക്കുന്ന ഷിയാമിയിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ കളിയിൽ ആര് ജയിക്കുമെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ.